വീണ്ടും വരുമ്പോൾ നമുക്ക് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സാഹചര്യങ്ങളിലേക്ക് വരുമ്പോൾ ഇതിൽ ഇന്ത്യ സ്വീകരിച്ച ഏറ്റവും തന്ത്രപ്രധാനമായ നീക്കമായിരുന്നു സിന്ധു നദീജല കരാറിൽ നിന്നുള്ള പിന്മാറ്റം. പാകിസ്ഥാനെ അക്ഷരാർത്ഥത്തിൽ സൈനിക നീക്കത്തേക്കാൾ ഞെട്ടിച്ച സംഭവമായിരുന്നു. ആ പ്രതിസന്ധി ഇപ്പോഴും അവർ അനുഭവിക്കുകയാണ് എന്ന് മാത്രമല്ല, ഇന്ത്യക്ക് മേൽ വലിയ സമ്മർദ്ദങ്ങൾ നീക്കം നടത്താൻ അവർ ശ്രമം നടത്തുന്നുണ്ട്, കരാർ തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടി. ഇതിനിടയിൽ പാകിസ്ഥാനിലെ അണക്കെട്ട് നിർമ്മാണം വേഗത്തിലാക്കി പൂർത്തിയാക്കാൻ ഒരുങ്ങിയാണ് ചൈന. കാരണം ഇന്ത്യ സിന്ധു നദീജല കരാർ മരവിച്ച സാഹചര്യത്തിലാണ് ഈ നീക്കമുണ്ടാകുന്നത്. സർക്കാർ ഉടമസ്ഥതയിലുള്ള ചൈന എനർജി എഞ്ചിനീയറിംഗ് കോർപ്പറേഷൻ 2019 നിർമ്മാണം തുടങ്ങിയതാണ് വടക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിലെ മൊഹബന്ദ് ജലവൈദ്യുത പദ്ധതി. കിരൺ ബാബു ചേരുന്നു. കിരൺ, ഇന്ത്യയുടെ നീക്കത്തിന് ബദൽ ഒരുങ്ങുന്നു, അതിന് ചൈന സഹായമുണ്ടാകുന്നു എന്നതാണ് സാഹചര്യം. എന്തായാലും ഈ പുതിയ സാഹചര്യത്തിൽ ചൈന നിർമ്മിക്കുന്ന ഈ അണക്കെട്ട് നിർമ്മാണം വേഗത്തിലാക്കാനാണോ നീക്കം? അതിന്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? സജിത, ഇത് യഥാർത്ഥത്തിൽ നേരത്തെ തന്നെ 2019 ആരംഭിച്ചാണ്. ചൈനീസ് നിർമ്മാണ കമ്പനിയാണ് ഈ ചൈനയുടെ ഒരു ചൈന പാകിസ്ഥാൻ ബന്ധത്തിന്റെ ഭാഗമായി ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന അണക്കെട്ടാണ്. എന്നാൽ അതിന്റെ നിർമ്മാണം മന്ദഗതിയിൽ നീങ്ങുകയായിരുന്നു. ഇപ്പോൾ പുതിയ സാഹചര്യത്തിൽ ഇന്ത്യ സിന്ധു നദീജല കരാർ മരവിപ്പിച്ച സാഹചര്യത്തിൽ ചൈനയും പാകിസ്ഥാനും ആയിട്ടുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അടുത്ത വർഷം തന്നെ ഈ അണക്കെട്ടിന്റെ നിർമ്മാണം പൂർത്തിയാക്കുമെന്നുള്ള പ്രഖ്യാപനമാണ് ഇപ്പോൾ ചൈനീസ് പത്രമാണ് ഈ വിവരം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പാകിസ്ഥാനിൽ നിന്നുള്ള പ്രത്യേക വിദേശകാര്യ മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം ചൈന സന്ദർശിക്കുകയും ചൈനയുമായി അത്തരത്തിലേക്കുള്ള ചർച്ചകളൊക്കെ നടത്തുന്നുണ്ട്. ഇതെല്ലാം ഈ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന്റെ സാഹചര്യത്തിൽ ഉണ്ടായ ഡെവലപ്മെന്റുകൾ കൂടിയാണ്. അതിന്റെ മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ഈ അണക്കെട്ട് നിർമ്മാണം കൂടുതൽ ശക്തമാക്കുമെന്നും ഈ അണക്കെട്ട് അടുത്ത വർഷം തന്നെ പൂർത്തീകരിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നും പറഞ്ഞത്. അതിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി എന്നുകൂടി ഈ ചൈനീസ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നേരത്തെ തന്നെ ആരംഭിച്ച പദ്ധതിയാണ്, പക്ഷേ അതിപ്പോൾ വേഗത്തിലാക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ വാർത്ത. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഈ സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ടാണ്. പക്ഷേ ഇത് പാകിസ്ഥാനുള്ളിൽ നിർമ്മിക്കുന്ന അണക്കെട്ടാണ്. ആ അണക്കെട്ട് ഇന്ത്യയിൽ നിന്നുള്ള ജലമാണ് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്നത്. അതിനുള്ളിൽ അവർ അണക്കെട്ട് നിർമ്മിച്ചതുകൊണ്ട് അങ്ങനെ ഒരു വലിയ ഒരു ഇമ്പാക്റ്റ് ഒന്നും ഇന്ത്യയെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ ഉണ്ടാവാനില്ല. അല്ലെങ്കിൽ അണക്കെട്ട് തുറന്നു വിടാതെ ഒക്കെ വെള്ളം കൂടുതൽ വരികയും ഒക്കെ ചെയ്യുന്നൊരവസ്ഥ വന്ന് ചെറിയ തരത്തിൽ വെള്ളം ഉയരാനുള്ള സാധ്യത ഉള്ളപ്പോൾ തന്നെ അണക്കെട്ടിനും ഇത് സമാന രീതിയിൽ തന്നെ ഭീഷണിയൊക്കെ ആവുന്ന അവസ്ഥയും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഇന്ത്യ അങ്ങനെ ഇതിനെ ഒരു അതീവ ഗൗരവമായി കണക്കാക്കുകയും അല്ലെങ്കിൽ അതിനെ ഒരു വലിയ ഭീഷണിയായി കണക്കാക്കുകയും ഒന്നും ചെയ്യേണ്ട തരത്തിലുള്ള വിഷയമില്ല. ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കാണ് വെള്ളം ഒഴുകുന്നത്. പാകിസ്ഥാനിലാണ് ഇവർ അണക്കെട്ട് നിർമ്മിക്കുന്നത്. നേരെ മറിച്ച് ഇന്ത്യൻ ഭാഗത്ത് ഇന്ത്യ ആ തരത്തിൽ അണക്കെട്ട് നിർമ്മിച്ചാൽ പാകിസ്ഥാനെ സംബന്ധിച്ച് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റുകൾ വളരെ വലുതായിരിക്കും. ഇന്ത്യയുടെ ഇഷ്ടത്തിനനുസരിച്ച് വെള്ളം നിയന്ത്രിക്കാനും കൂടുതൽ വെള്ളം വിടാനോ അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടാക്കാനോ വരൾച്ച ഉണ്ടാക്കാനോ ഒക്കെ കഴിയും. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ച് അവരുടെ ഉള്ളിൽ അണക്കെട്ട് നിർമ്മിക്കുന്നതെന്ന് കരുതി വെള്ളം സംഭരിക്കാനോ അല്ലെങ്കിൽ അത് നിയന്ത്രിതമായ അളവിൽ ഉപയോഗിക്കാനും ഒക്കെ കഴിയും എന്നതിനപ്പുറത്തേക്ക് പൂർണ്ണമായും ഇന്ത്യക്ക് ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നില്ല എന്നല്ല, അത് വളരെ നിസ്സാരമായ അല്ലെങ്കിൽ വളരെ നമുക്ക് അവഗണിച്ച് തള്ളാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു വെല്ലുവിളി മാത്രമേ ഈ അണക്കെട്ട് നിർമ്മാണം കൊണ്ട് ഇന്ത്യക്ക് വരാനുള്ളൂ. യെസ്, അതാണ് സാഹചര്യം. പാകിസ്ഥാനകത്ത് കൂടുതൽ തയ്യാറെടുപ്പുകൾ അവർ നടത്തുന്നു എന്നതാണ് സാഹചര്യം. കാരണം ജലപ്രതിസന്ധി പാകിസ്ഥാൻ കാത്തിരിക്കുന്ന ഒരു വലിയ വെല്ലുവിളിയാണ്. അത് മറികടക്കാൻ അണക്കെട്ടുകളടക്കമുള്ള സംവിധാനങ്ങൾ വേഗത്തിലാക്കുന്നു. അത് ചൈന സഹായത്തോടെയാണ് കൂടിയാണ്. അതുകൊണ്ട് ആ നിർമ്മാണങ്ങൾ വളരെ വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള നീക്കം കൂടിയാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്.